പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് മുന്നിൽ LDF വലിയൊരു പ്രതിഷേധം നടത്തി. ഈ സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സമരം ഉദ്ഘാടനം ചെയ്ത മുൻ MLA, CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ V. ശശികുമാർ പറഞ്ഞത്, തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്, എല്ലാവരും ഒന്നിച്ചതിനെ എതിർക്കണമെന്നാണ്. പെരിന്തൽമണ്ണ നഗരസഭയിലെ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കിട്ടാതെ അവസ്ഥ വന്നാൽ വികസനങ്ങളെല്ലാം താളം തെറ്റും. അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പൊതുജനത്തിന് അറിയാനൊരു താല്പര്യം ഉണ്ടാവും. ഇപ്പോഴത്തെ നടത്തുന്ന സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഭരണത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മൂന്നാം ഗഡു നൽകാതെ പോകുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു LDF സർക്കാർ. പുതിയ സർക്കാർ വന്നപ്പോൾ, റിവിഷൻ ബഡ്ജറ്റ് വന്നപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് പുതിയ പക്കാ ബഡ്ജറ്റ് വരുമ്പോൾ അതെല്ലാം മാറി. അതിന്റെ പുറമെ നമുക്ക് കേന്ദ്ര വിഹിതം കൂടി വരുമ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഒരിക്കലും ഇത് ബാധിക്കില്ല. മാത്രമല്ല, ഇതൊക്കെ രാഷ്ട്രീയമാണ്, അവർക്ക് ചെയ്യാം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നത്, ഭരണത്തിലിരിക്കുമ്പോൾ ചെയ്യാത്ത ആളുകളാണ് ഭരണത്തിലിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മൂന്നാം ഗഡു കിട്ടാത്ത കഴിഞ്ഞ ഒരുപാട് കാലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തദ്ദേശ സ്വയംഭരണത്തിൽ വരേണ്ട മൂന്നാം ഗഡു ഒരു പൈസ പോലും നൽകാതെയാണ് ഇറങ്ങിപ്പോകുന്നത്. അല്ല, ഇപ്പോൾ ഒരു കാര്യമുണ്ട്. സമരം ഇപ്പോൾ സംസ്ഥാനത്ത് എല്ലായിടത്തും പല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ LDF പ്രതിപക്ഷം നടത്തുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ അധികാരത്തിലെത്തി, അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളൊക്കെ കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്ന രീതിയിലാണ് അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. വികസനത്തിന് പിന്നോട്ടടിക്കുക എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിൽ വല്ല കുഴപ്പമുണ്ടാകുമ്പോഴാണ്. ഈ കാലിയായ ഖജനാവും കോടിക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിയുടെ കടബാധ്യതയായിട്ടാണ് ഈ ഗവൺമെന്റിനെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നത്. അതിന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. GST വരുമാനത്തിനുണ്ടായ വർധനവ്, പുതിയ പദ്ധതികളുടെ വരുമാനത്തിന്റെ വർധനവ് ഉണ്ടാക്കിയ ഗവൺമെന്റ് പണം ഉണ്ടാക്കാനുള്ള പദ്ധതികളെ മുന്നോട്ട് പോവാണ്. ചോദിക്കട്ടെ, പൂച്ചപെറ്റ് കിടന്ന ഖജനാവാണെന്ന് പറയുമ്പോഴും 6000 കോടി ഖജനാവിൽ ബാക്കി വെച്ചാണ് LDF ഇറങ്ങിപ്പോയതെന്നാണ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലും മുഖ്യമന്ത്രി എല്ലാവരും നേരത്തെയുള്ള മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞത്. അപ്പൊ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഈ 6000 കോടി ഉറുപ്പിയുടെ പറ്റിയിട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ കൃത്യമായി അത് വിശദീകരിച്ചു. അത് കയ്യിൽ പണം ഈ മൂന്നാം ഗഡു നൽകിയിരുന്നെങ്കിൽ ആ പണം ഉണ്ടാവില്ലായിരുന്നു. ആ മൂന്നാം ഗഡു നൽകിയിരുന്നെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ഈ കഴിഞ്ഞ മാർച്ചിൽ വരുന്ന എല്ലാ ബില്ലുകളും പാസ്സായി പോയിരുന്നു. അതൊന്നും ചെയ്യാതെ ആ മൂന്നാം ഗഡു നൽകാതെ ആ ഗവൺമെന്റ് പോവുകയാണ്. ആ മൂന്നാം ഗഡു മാർച്ച് 31 മുമ്പ് 26-ാം തീയതി വരെ, ഫെബ്രുവരി 26-ാം തീയതി ട്രഷറി ക്ലോസ് ചെയ്തില്ലേ? ഒരു ബില്ല് മാറിയില്ലല്ലോ. അന്ന് ഈ ഗവൺമെന്റിനെ ഈ തദ്ദേശ സ്വയംഭരണത്തിലുള്ള ആത്മാർത്ഥത എന്താ കാണിക്കാറ്റിരുന്നത്? ഇതൊക്കെ ഇപ്പൊ പ്രഹസനമാണെന്നാണ് താങ്കൾ പറയുന്നത്? ഇതൊക്കെ ഒരു രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. ഇതിനെല്ലാം നമ്മൾ മറികടക്കും. UDF ഗവൺമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. ശക്തമായ രീതിയിലുള്ള പഴയ ധനകാര്യമന്ത്രിയുടെ പോലെയുള്ള ധനകാര്യമന്ത്രി അല്ല VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത മാർച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയും. ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനവും സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. അതിനനുസരിച്ചമായ പദ്ധതികൾ ഉണ്ടാക്കാൻ ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോ വൈസ് ചെയർപേഴ്സൺ പറയുന്നത് ഇതൊക്കെ ഒരു പ്രഹസനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാം അടുത്ത മാർച്ചിലെ സംസ്ഥാന ബജറ്റിലൂടെ പല പദ്ധതികളും പല കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നടത്തുന്ന സമരങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ പണിയെടുക്കട്ടെ, ഞങ്ങളുടെ പണിയെടുക്കട്ടെ എന്നും കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ സമരങ്ങളൊക്കെ ഒരു പ്രഹസനമാണെന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ഒരു എന്തോ അത്ഭുത വിളക്കുമായിട്ടാണ് കയറി പോകുന്നത്. അപ്പൊ എന്താ അത്ഭുതം നടക്കുന്ന രീതിയിലാണല്ലോ കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞത്. അത്ഭുത വിളക്കുമായിട്ട് കയറിപ്പോയപ്പോ അത്ഭുതങ്ങളൊന്നും നടന്നില്ല എന്ന ഒരു ആക്ഷേപമുണ്ട്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കല്ല, അതിലുള്ള ആത്മാർത്ഥതയുടെ വിളക്കാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം കഴിഞ്ഞ എത്രയോ വർഷത്തിന് ശേഷം 37 ജ്വല്ലറികളിൽ മിഞ്ഞാന്ന് റെയ്ഡ് നടത്തി. ആ റെയ്ഡ് നടത്തിയത് അവിടെയുള്ള വലിയ തൊഴിലുള്ള തട്ടിപ്പ്, നികുതി വെട്ടിപ്പ് പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്തതാണ്. കഴിഞ്ഞപ്പോൾ 10 വർഷമായിട്ട് ഏതെങ്കിലും ഒരു കടയിൽ റെയ്ഡ് നടത്തിയായിട്ട് പറയാൻ പറ്റുമോ? അപ്പൊ GST വരുന്ന ചോർച്ച എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നാണ്. ചോർച്ച പരിഹരിക്കണമെന്ന് പത്രശ്രമണം നടത്തിയാൽ പോരല്ലോ. ചോർച്ച ചെയ്യപ്പെടുന്ന ആളുകളെ പിടിക്കുകയും അവരുടെ ഫൈൻ ഈടാക്കുകയും അവരുടെ നികുതികൾ പിടിച്ചെടുക്കുകയും ചെയ്യുമ്പോഴാണ് വരുമാനം വരുന്നത്. ആ ജനങ്ങളെയൊക്കെ നികുതി പിരിക്കുകയും
ആ പിരിക്കുന്ന പൈസ ഗവൺമെന്റ് അടക്കുകയും ചെയ്യാത്ത വ്യാപാരികളെ നോക്കും. ഇനി പല രംഗത്തുള്ള വ്യാപാരികൾക്ക് അടുത്ത് വലിയ തോതിലുള്ള റെയ്ഡ് നടക്കും. ആ റെയ്ഡ് നടക്കുമ്പോഴാണ് ടാക്സ് വരിക. നമ്മൾ ഒരു പുതിയ ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ റിവിഷൻ ബഡ്ജറ്റിൽ ഒരു ടാക്സും എവിടെയും പുതുതായിട്ട് ഇമ്പോസ് ചെയ്തിട്ടില്ല. പക്ഷെ ഉള്ള നിലവിലുള്ള ടാക്സുകൾ ലീക്ക് വരാതെ പൂർണ്ണമായും പിരിച്ചെടുത്താൽ തന്നെ ഈ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളിൽ വലിയൊരു അളവ് വരെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വെയിറ്റ് ആൻഡ് സീ, നിങ്ങൾ കുറച്ചു കാലം കൂടി വെയിറ്റ് ചെയ്യൂ. അതായത് മറ്റേ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കോട് നാളെ രാവിലെ ഖജനാവ് നിറയട്ടെ എന്നുള്ളത് നല്ല നയമാണ്. നമ്മൾ ഓരോ ഘട്ടമായി നമ്മളതിനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളതിന്റെ ചോർച്ച. ഇപ്പൊ അഞ്ച് പുതിയ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലുണ്ടായി. പെട്ടെന്ന് കേട്ടാൽ സാധാരണക്കാരന് മനസ്സിലാവണ അല്ലെങ്കിൽ പോലും വിദഗ്ധന്മാരൊക്കെ അതിനെ വലിയ തോതിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പ്ലാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അനാവശ്യ ചെലവുകൾ, ഇതെല്ലാം നമ്മൾ നോക്കണ്ടേ. ഒരു വരവ് ചെലവ് കണക്ക് എന്ന് പറയുമ്പോൾ വരവ് വർദ്ധിപ്പിക്കൽ മാത്രമല്ലല്ലോ ചെലവ് ചുരുക്കലും അതിന്റെ ഭാഗമാണ്. ചെലവ് ചുരുക്കൽ എന്ന് പറയുമ്പോൾ അനാവശ്യ ചെലവുകൾ ചുരുക്കലാണ് അതിന്റെ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് എല്ലാ ചെലവും ചുരുക്കലല്ല. അതൊക്കെ നമ്മൾ ചെയ്യുന്ന മാതിരി ചെയ്യും. അടുത്ത മാർച്ചോട് കൂടി നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അടുത്ത മാർച്ച് ബഡ്ജറ്റ് വരുമ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ഗഡുക്കളൊക്കെ വരും. അതിന് വന്നിട്ടില്ലെങ്കിൽ തന്നെ അടുത്ത മാർച്ചോടുകൂടി വലിയ തോതിൽ നമുക്ക് പണം വരും. അപ്പൊ അടുത്ത മാർച്ചിലെ ബഡ്ജറ്റിലെല്ലാം നിങ്ങൾക്ക് കാണേണ്ടി വരും. അത്ഭുത വിളക്ക് ആയിട്ടല്ല മുഖ്യമന്ത്രി വന്നത്. അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അടുത്ത മാർച്ചോടുകൂടി 2027 മാർച്ചോടുകൂടി ഏകദേശം എല്ലാവർക്കും ആ അത്ഭുതം എന്താണെന്ന് ബോധ്യപ്പെടും എന്നാണ് MP ഫസൽ മുഹമ്മദിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, കേരളത്തിലെ അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാകട്ടെ, വികസനം ഉണ്ടാവട്ടെ. അതല്ലേ നമ്മുടെ ജനങ്ങൾക്ക് നാട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ സംഭവിക്കാൻ നമുക്ക് കാത്തിരിക്കാം. ജബ്ബാർ വേണാട്ട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.